അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വൈ കോമ്പിനേറ്റർ എന്ന ഒരു ആക്സിലേറ്ററിലേക്ക് സെലക്ടഡ് ആയി. അപ്പൊ അതിന്റെ ഒരു ജേർണി ഷെയർ ചെയ്യാൻ പറ്റുമോ? യു ഗോട്ട് ഓൾ എക്സ്പെൻസ് ട്രിപ്പ് ടു US സിലിക്കൺ വാലി. നമ്മള് വൈ കോമ്പിനേറ്റർ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആക്സിലറേറ്റർ മീൻസ് ഒരു സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ഫണ്ടിങ് ആകാം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആകാം, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം ആക്സിലറേറ്റർ. അപ്പം അതിലെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആക്സിലറേറ്റർ ആണ് വൈ കോമ്പിനേറ്റർ. അപ്പം നമ്മള് ഏതൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും വൺ സ്റ്റേജ് അവർ വൈ കോമ്പിനേറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത് പക്ഷെ റിജക്റ്റഡ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ അത് അവർക്ക് ഓരോ ബാച്ച് ഉണ്ട്, ഇയർലി 2 times ആണ്. അതില് നമ്മൾ തേർഡ് ടൈം എന്തോ ആണ് അപ്ലൈ ചെയ്ത് അങ്ങനെ സെലക്റ്റഡ് ആയത്. അതില് US ആണ് ഇന്റർവ്യൂ, ഫൈനൽ സ്റ്റേജ് റൗണ്ട്. ഫസ്റ്റ് അവരെ ഫുള്ള് വാലിഡേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് US വെച്ചിട്ടാണ് ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവുക. അതില് നമുക്ക് അത് ഫുൾ പെയ്ഡ് ട്രിപ്പ് ആയിരിക്കും. അതായിരുന്നു അതിന്റെ എക്സൈറ്റിംഗ് പാർട്ട്. നമ്മള് ഫണ്ട് റൈസിംഗ് US വിസ അല്ലായിരുന്നു. അപ്പൊ US വിസ കിട്ടുക എന്നുള്ളത് ഒരു ആസ് ഇന്ത്യൻ നമുക്ക് കുറച്ച് ടഫർ സംഭവമാണ്. അപ്പൊ ഈ ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻവൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്നല്ല, അതും ഒരു നല്ല കാര്യമായിരുന്നു. 10 കൊല്ലത്തേക്ക് അടിച്ചു കിട്ടും. അതെ, 10 കൊല്ലത്തേക്ക് നമുക്ക് B1 B2 എന്ന് പറഞ്ഞ വിസ. അപ്പൊ അത് വെച്ചിട്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് വേറെ കൺട്രീസിൽ ഓണറൈവൽ വിസ ഒക്കെ അടിച്ചു കിട്ടാൻ നല്ല സുഖമുള്ള ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് വൈ കോമ്പിനേറ്റർ കാരണം നമുക്ക് നമ്മൾ സെലക്ട് ആയില്ല, ഫൈനൽ റൗണ്ട് സെലക്ട് ആയില്ല. പക്ഷെ അതുകൊണ്ട് ഒരു ഫുൾ പെയ്ഡ് US ട്രിപ്പും പിന്നെ ഒരു US വിസയും കിട്ടിയെന്ന് അങ്ങനെ വിചാരിക്കാം. അപ്പൊ നമുക്ക് എൻ ഗോള് YC സെലക്ട് ആവണം എന്നുള്ള, അത് സെലക്ട് ആവണമെങ്കിൽ നമ്മള് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ അത് അത്രക്ക് നമ്മൾ എംഫസൈസ് ചെയ്തിട്ടില്ലായിരുന്നു YC കിട്ടണം എന്നുള്ളത്. അപ്പൊ അത് ഒരു ഡിഫറെന്റ് ഗോൾ, ഒരു ഗെയിമാണ് ആക്ച്വലി. YC വൺസ് ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ ബൂട്ട് സ്ട്രാപ്ഡ് ആയിരിക്കും, പിന്നെ അതേപോലെ റിമോട്ട്, അത് ഒരു ഓഫീസ് സ്പേസ് ഉണ്ടാവില്ല എന്നുള്ള ഈ 2 കാര്യങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രം ഡേ 1 നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കളക്ട് ചാറ്റ് സക്സസ്ഫുൾ ആയി. ഇറ്റ് ഹാസ് ചേഞ്ച് യുവർ ലൈഫ് എ ലോട്ട്. അപ്പൊ അതില് എന്തായിരുന്നു, യു മേഡ് എ ബിഗ് പർച്ചേസ്. അതൊന്നും ഷെയർ, ഇത്ര ഇമോഷണൽ കൂടിയാണ്. യു റീകൺസ്ട്രക്റ്റഡ് യുവർ ഹൗസ്. അതെ. അപ്പൊ എനിക്ക് എൻ്റെ വീട് ഒരു റീകൺസ്ട്രക്ഷൻ ഫേസിലായിരുന്നു. അപ്പൊ അതിൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഫാമിലി വീടാണ് എന്നാലും നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ സ്വന്തമായിട്ട് കാർ വാങ്ങാൻ പറ്റി. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അത് ലൈഫ് സെറ്റിലായിട്ട് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റി. അപ്പൊ നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു ഫ്രീഡം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത്